1930 നവംബർ. മരവിപ്പിക്കുന്ന ആ മഞ്ഞുകാലം. വടക്കൻ കാനഡയിലെ നുനാവഡ് എന്ന പ്രദേശം. അതികഠിനമായ തണുപ്പായിരുന്നു അന്ന്. ചുറ്റും ആഞ്ഞടിക്കുന്ന മഞ്ഞു വീഴ്ച കാരണം നിലത്ത് കനത്ത മഞ്ഞ് വീണ് പുതങ്ങി കിടക്കുന്നു. മാത്രമല്ല, അന്തരീക്ഷത്തിൽ നിറഞ്ഞ കനത്ത മൂടൽമഞ്ഞ് കാരണം ഏതാനും മീറ്ററുകൾക്കപ്പുറമുള്ള കാഴ്ചകൾ പോലും വ്യക്തമല്ലാത്ത അവസ്ഥയായിരുന്നു. ഈ ഭയാനകരമായ മഞ്ഞുകാറ്റിലൂടെ ജോ ലാബൽ എന്ന മൃഗവേട്ടക്കാരൻ ആ കൊടും കാട്ടിൽ തനിച്ച് നടക്കുകയായിരുന്നു. ഇത്തരം പ്രതികൂല കാലാവസ്ഥകൾ നിരവധി കണ്ടിട്ടുള്ള ആളാണ് ജോ. മാത്രമല്ല, ഇത്തരം മഞ്ഞുവീഴ്ചകൾ തരണം ചെയ്യാനുള്ള എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നിരുന്നാലും അന്നത്തെ തണുപ്പ് അദ്ദേഹത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും കാലുകൾ മുട്ടുവരെ മഞ്ഞിൽ പുതഞ്ഞു പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. വളരെ പാടുപെട്ടാണ് അദ്ദേഹം ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നത്. മൃഗങ്ങളുടെ തോലുകൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ച് കയറുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. നേരം സന്ധ്യയോട് അടുത്തു. ചുറ്റുവട്ടത്തെങ്ങും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. വീശിയെടുക്കുന്ന തണുത്ത കാറ്റും ഭയപ്പെടുത്തുന്ന നിശബ്ദതയും മാത്രം. ഈ സാഹചര്യത്തിൽ വന്യമൃഗങ്ങളുടെ, പ്രത്യേകിച്ച് കാട്ടുകരടികളുടെ ആക്രമണമുണ്ടായാൽ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് ജോയ്ക്ക് അറിയാമായിരുന്നു. ആയതിനാൽ തണുപ്പിൽ നിന്നും കാട്ടുമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സുരക്ഷിതമായ ഒരു അഭയ കേന്ദ്രം എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടത് അദ്ദേഹത്തിന് അത്യാവശ്യമായിരുന്നു. ഏറെ നേരമായി ഭക്ഷണം കഴിക്കാത്തതിനാൽ കടുത്ത വിശപ്പും ക്ഷീണവും അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തളർത്തിയിരുന്നു. അപ്പോഴാണ് ആ കാട്ടിന് നടുവിലുള്ള അഞ്ചിക്കുഞ്ഞി തടാകത്തിന് സമീപമുള്ള ഒരു ചെറിയ ഗ്രാമം അദ്ദേഹത്തിന് ഓർമ്മയിൽ വന്നത്. ഇനിയൂട്ട് ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്ന ആ ഗ്രാമത്തിൽ അദ്ദേഹം മുമ്പും പലതവണ പോയിട്ടുണ്ട്. അതിഥികളെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നവരായിരുന്നു അവിടുത്തെ ആളുകൾ. പാതിരാത്രിയിൽ ക്ഷീണിച്ചെത്തുന്ന ഒരു വേട്ടക്കാരനാണെങ്കിൽ പോലും അവർ ചൂടുള്ള ഭക്ഷണവും തീ കായാനുള്ള സൗകര്യവും നൽകി ഊഷ്മളമായി സ്വീകരിക്കുമായിരുന്നു. വെറും 25-നോ 30-നോ ഇടയ്ക്ക് ആൾക്കാർ മാത്രം താമസിക്കുന്ന ആ ചെറിയൊരു ഗ്രാമത്തിൽ കല്ലുകൾ കൊണ്ടും മൃഗങ്ങളുടെ തോലുകൾ കൊണ്ടും നിർമ്മിച്ച കൂടാരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആർട്ടിക് മേഖലയിലെ പ്രാചീന എസ്കിമോകളുടെ പിൻഗാമികളായ ഇവർ പ്രധാനമായും വേട്ടയാടിയും മീൻ പിടിച്ചുമാണ് ജീവിച്ചിരുന്നത്. ഭക്ഷണവും അഭയം സ്വപ്നം കണ്ട് ജോ ലാബൽ വേഗത്തിൽ ആ ഗ്രാമത്തെ ലക്ഷ്യമാക്കി നടന്നു. ഏറെ നേരത്തെ നടത്തത്തിനൊടുവിൽ അകലെയായി കൂടാരങ്ങളുടെ രൂപങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽപ്പെട്ടു. ഗ്രാമത്തിൽ എത്തിയാൽ ഉടൻ തന്നെ ആളുകളെ കാണാമെന്നും താമസിക്കാൻ ഒരിടം എളുപ്പത്തിൽ കിട്ടുമെന്നും അദ്ദേഹം ആശ്വസിച്ചു. എന്നാൽ ഗ്രാമത്തോട് അടുക്കുന്തോറും എന്തോ ഒരു നിഗൂഢത അദ്ദേഹത്തിന് അനുഭവപ്പെടാൻ തുടങ്ങി. മുമ്പ് ഇത്തരം വലിയ മഞ്ഞുകാറ്റുള്ള സമയത്ത് പോലും ഗ്രാമത്തിൽ അദ്ദേഹം ആളുകളെ കാണാറുണ്ടായിരുന്നു. കൂടാരങ്ങളിൽ നിന്ന് പുക ഉയരുന്നതും പുറത്ത് തീ കാഞ്ഞ ആളുകൾ ഇരിക്കുന്നതുമൊക്കെ പതിവ് കാഴ്ചകളായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയുള്ള ഒരു കാഴ്ചകളും അവിടെ കണ്ടില്ല. ഡ്രഡ്ജ് വലിക്കുന്ന നായകളുടെ കുരയോ കുട്ടികളുടെ ശബ്ദങ്ങളോ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. മഞ്ഞുകാറ്റിൻ്റെ ഇരമ്പിലല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദതയാണ് ആ ഗ്രാമത്തിൽ നിറഞ്ഞു നിന്നത്. ആദ്യം തന്നെ തനിക്ക് ഏറെ പരിചയമുള്ള ഒരു കൂടാരത്തിൻ്റെ അടുത്തിലേക്കാണ് അദ്ദേഹം പോയത്. ആദ്യമായി ആ ഗ്രാമത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് അഭയം നൽകിയത് അവരായിരുന്നു. ആ ചെറിയ വീടിന് വാതിലുകൾ ഉണ്ടായിരുന്നില്ല. പകരം കട്ടിയുള്ള ഒരു തൂകൽ വിരിപ്പാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ജോ പുറത്തുനിന്ന് അവരെ ഉറക്കെ വിളിച്ചു. എന്നാൽ ഉള്ളിൽ നിന്നും യാതൊരു മറുപടിയും ലഭിച്ചില്ല. വീണ്ടും വിളിച്ചിട്ടും പ്രതികരണമില്ലാതായപ്പോൾ അദ്ദേഹം പതുക്കെ ആ തൂകൽ വിരി മാറ്റി അകത്തേക്ക് കയറി. കൂടാരത്തിനുള്ളിൽ ഇരുട്ടായിരുന്നുവെങ്കിലും പുറത്തുനിന്നുള്ള വെളിച്ചത്തിൽ അദ്ദേഹത്തിന് കാഴ്ചകൾ വ്യക്തമായിരുന്നു. ആ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. എല്ലാം അനാഥമായി കിടക്കുന്നു. അണഞ്ഞുപോയ അടുപ്പിൽ ഒരു വലിയ പാത്രം ഇരിപ്പുണ്ടായിരുന്നു. അതിൽ പാകം ചെയ്തുകൊണ്ടിരുന്ന മത്സ്യത്തിൻ്റെ കറി തണുത്തുറഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. ഒരു ചെറിയ മേശപ്പുറത്ത് സീലിൻ്റെ തോൽ തുന്നുന്ന പണി പാതുവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. സൂചിയിൽ നൂർക്കോർത്ത നിലയിലും തുന്നൽ പകുതി മാത്രം പൂർത്തിയാക്കിയ അവസ്ഥയിലുമായിരുന്നു അത് കിടന്നിരുന്നത്. ഗ്രാമവാസികളെല്ലാം പെട്ടെന്ന് എങ്ങോട്ടോ അപ്രത്യക്ഷമായതുപോലെ. തുന്നൽക്കാരി തൻ്റെ ജോലി പാതിവഴിയിൽ ഉപേക്ഷിച്ച് പെട്ടെന്ന് എങ്ങോട്ടോ പോയതുപോലെയാണ് ആ കാഴ്ച ജോയ്ക്ക് അനുഭവപ്പെട്ടത്. മാത്രമല്ല, വേട്ടയാടാൻ ഉപയോഗിക്കുന്ന തോക്കുകൾ ചുമരുകളിൽ അതുപോലെ തന്നെ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതുകണ്ട് ജോ ശരിക്കും അമ്പരന്നു. അദ്ദേഹം പുറത്തിറങ്ങി മറ്റു കൂടാരങ്ങളും ഓരോന്നായി പരിശോധിച്ചു. എന്നാൽ എല്ലായിടത്തും അവസ്ഥ സമാനമായിരുന്നു. പാത്രങ്ങൾ അടുപ്പുകളിൽ തന്നെ ഇരിക്കുന്നു. പൂർത്തിയാകാത്ത ജോലികൾ അതുപോലെ കിടക്കുന്നു.
കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ നിലത്ത് ചിതറിക്കിടക്കുന്നു. എല്ലാം അതേപടി ഉണ്ടായിരുന്നുവെങ്കിലും മനുഷ്യരുടെ യാതൊരു അടയാളവും അവിടെ എങ്ങും കണ്ടെത്താനായില്ല. പുറത്ത് മഞ്ഞുകാറ്റ് ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ കാഴ്ചകൾ കണ്ട ജോയിയുടെ മനസ്സ് അതിലും വലിയൊരു കൊടുങ്കാറ്റ് രൂപപ്പെടാൻ തുടങ്ങിയിരുന്നു. ഗ്രാമത്തിൻ്റെ മധ്യഭാഗത്തായി തീ കൂട്ടുന്നിടത്ത് മാംസം ചുട്ടെടുക്കുന്നതിനായി തൂക്കിയിട്ടിരിക്കുന്നത് അദ്ദേഹം കണ്ടു. എന്നാൽ തീ കെട്ടുപോവുകയും വിറവുകളിൽ മഞ്ഞ് വീണ് ഉറയുകയും ചെയ്തിരുന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യം ആ മാംസം ഒരു കഷ്ണം പോലും മുറിച്ചെടുത്തിരുന്നില്ല എന്നതാണ്. ഗ്രാമവാസികൾക്കെല്ലാം എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലാക്കാൻ ജോയിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഗ്രാമവാസികളുടെ ശൈത്യകാല വസ്ത്രങ്ങൾ കൂടാരങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. തോക്ക്, കത്തി മുതലായ ആയുധങ്ങളും ആരും കൊണ്ടുപോയിരുന്നില്ല. മാസങ്ങളോളം ഉപയോഗിക്കാനുള്ള ഭക്ഷണശേഖരം അവിടെ ബാക്കിയുണ്ടായിരുന്നു. എന്നിട്ടും എന്തിന്, എങ്ങോട്ട് അവർ പോയി? ഈ ചോദ്യം അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടി. അദ്ദേഹം പലതവണ ഉറക്കെ വിളിച്ചു നോക്കി. പക്ഷേ സ്വന്തം ശബ്ദം മാത്രം വായുവിൽ പ്രതിധ്വനിച്ചു. പിന്നാലെ ഭയാനകരമായ ഒരു നിശബ്ദതയും. ഭയം മൂലം അദ്ദേഹം അവിടെ നിന്നും തടാകത്തിൻ്റെ പാറകെട്ടുകൾ നിറഞ്ഞ താഴ്വരയിലേക്ക് ഓടി. ഗ്രാമവാസികളുടെ വള്ളങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് അവർ ജലമാർഗം എങ്ങോട്ടും പോയിട്ടില്ല എന്നത് വ്യക്തം. തിരികെ കയറ്റത്തിലേക്ക് നടക്കുമ്പോൾ മഞ്ഞിനടിയിലുള്ള കട്ടിയുള്ള എന്തിലോ തട്ടി അദ്ദേഹം മുഖമടിച്ചു വീണു. കൈകൊണ്ട് മഞ്ഞ് മാറ്റി നോക്കിയ അദ്ദേഹം കണ്ടത് തണുത്തുറങ്ങിയ ഒരു നായയുടെ ജഡമാണ്. പരിഭ്രാന്തിയോടെ അദ്ദേഹം കൂടുതൽ മഞ്ഞ് മാറ്റിയപ്പോൾ സമാനമായ രീതിയിൽ ചത്തുകിടക്കുന്ന മറ്റ് പല നായ്ക്കളെയും കണ്ടെത്തി. വണ്ടി വലിക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രെച്ച് നായ്ക്കളെ കയറുകൊണ്ട് കെട്ടിയിട്ട നിലയിലായിരുന്നു. കനത്ത മഞ്ഞുവീഴ്ചയിൽ മരിക്കാനായി അവരെ അവിടെ ഉപേക്ഷിക്കപ്പെട്ടതുപോലെയായിരുന്നു അത്. ഈ കാഴ്ച ജോയിയെ വല്ലാതെ ഭയപ്പെടുത്തി. കാരണം ഇനിയൊട്ട് ആൾക്കാർ ഒരിക്കലും തങ്ങളുടെ വിശ്വസ്തരായ നായ്ക്കളെ ഇങ്ങനെ ഉപേക്ഷിക്കാറില്ല. വേട്ടയാടാനും യാത്ര ചെയ്യാനും അവരുടെ ഏറ്റവും വലിയ ആശ്രയമായിരുന്നു ആ നായ്ക്കൾ. ഒരു ഭയാനകരമായ ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. നായ്ക്കളെ ഇങ്ങനെ ഉപേക്ഷിച്ച നിലയിലാണെങ്കിൽ ഒരുപക്ഷെ ഗ്രാമവാസികളുടെ മൃതദേഹങ്ങളും ഈ മഞ്ഞിനടിയിൽ എവിടെയെങ്കിലും കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന ചിന്ത അദ്ദേഹത്തെ അടിമുടി വിറപ്പിച്ചു. ചൂടും ഭക്ഷണവും മനുഷ്യ സാമീപ്യവും ആഗ്രഹിച്ചു വന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ആ ശൂന്യമായ കുടിലുകളിൽ നിൽക്കുന്നത് പോലും മരണഭയം നൽകി. ചുറ്റുമുള്ള നിശബ്ദത ജീവന് ഭീഷണിയായി അദ്ദേഹത്തിന് തോന്നി. ഒരു നിമിഷം പോലും അവിടെ നിൽക്കില്ലെന്ന് തീരുമാനിച്ച അദ്ദേഹം കുറച്ച് മൈലുകൾ അകലെയുള്ള ഒരു ടെലിഗ്രാഫ് ഓഫീസിലേക്ക് നടക്കാൻ തുടങ്ങി. മരവിപ്പിക്കുന്ന ആ രാത്രിയിൽ ഭയം നിറഞ്ഞ മനസ്സോടെ ജോ ലാബൻ ഏറെ നേരം നടന്നു. ഒടുവിൽ അടുത്തുള്ള ടെലിഗ്രാഫ് ഓഫീസിലെത്തി. വിവരങ്ങൾ മുഴുവനായി വിശദമായി പറഞ്ഞു. ഓപ്പറേറ്റർ ഉടനെ തന്നെ അധികാരികൾക്ക് അടിയന്തര സന്ദേശം അയച്ചു. പിറ്റേ ദിവസം രാവിലെ മഞ്ഞുമൂടി ആ പ്രദേശത്ത് സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ പതിച്ചപ്പോൾ റോയൽ കനേഡിയൻ മൗണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ജോ വീണ്ടും ആ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തി. പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഗ്രാമത്തിനു ചുറ്റുമുള്ള മഞ്ഞ് സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ കഴിഞ്ഞ രാത്രി ജോ വന്ന കാൽപ്പാടുകളല്ലാതെ ഗ്രാമത്തിനകത്തോ പുറത്തോ മറ്റൊരിടവും കാൽപ്പാടുകൾ അവർക്ക് കണ്ടെത്താനായില്ല. ഒരു മുഴുവൻ ഗ്രാമവും അവിടെ നിന്ന് നടന്നു പോയിരുന്നുവെങ്കിൽ നൂറുകണക്കിന് കാൽപ്പാടുകൾ ആ മഞ്ഞിൽ പതിയേണ്ടതായിരുന്നു. എന്നാൽ ജോ ലാബിൻ്റെ കാൽപ്പാടുകളല്ലാതെ മറ്റൊന്നും ആ മഞ്ഞിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരു ഗോത്രവിഭാഗമോ സംഘമോ അവരെ ആക്രമിച്ചതാകാമെന്നായിരുന്നു പോലീസിൻ്റെ ആദ്യ നിഗമനം. എന്നാൽ അവിടെ ഒരു സംഘടന നടന്നതിൻ്റെ യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. തകർന്ന സാധനങ്ങളോ കീറിയ കൂടാരമോ അവിടെ ഇല്ലായിരുന്നു. ഗ്രാമവാസികളുടെ വസ്തുക്കൾ ചിതറിക്കിടക്കുകയോ എവിടെയെങ്കിലും രക്തത്തുള്ളികൾ വീഴുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണമാണെന്ന സാധ്യതയും പോലീസ് തള്ളിക്കളഞ്ഞു. കാരണം മൃഗങ്ങളുടെ നഖത്തിൻ്റെ പാടുകളോ നായ്ക്കളുടെ മേൽ രക്തക്കറകളോ ഉണ്ടായിരുന്നില്ല. അവരുടെ തോക്കുകളും കത്തികളും ഉൾപ്പെടുന്നുള്ള എല്ലാ ആയുധങ്ങളും അവരുടെ അതാത് സ്ഥാനങ്ങളിൽ ഭദ്രമായി ഇരിപ്പുണ്ടായിരുന്നു. ഗ്രാമവാസികൾ നിത്യേന മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന അഞ്ചിക്കുഞ്ഞി തടാകത്തിൻ്റെ തീരത്തേക്ക് പോലീസ് നീങ്ങി. തടാകം പൂർണ്ണമായും തണുത്തുറങ്ങിയ നിലയിലായിരുന്നു. ഒരുപക്ഷെ ഗ്രാമവാസികളെ കൊലപ്പെടുത്തി തടാകത്തെ തള്ളിയതാക്കാമെന്ന് പോലീസ് സംശയിച്ചു. എന്നാൽ അവർ ആ മഞ്ഞുപാളികൾ സൂക്ഷിച്ച് പരിശോധിച്ചപ്പോൾ അതിൽ യാതൊരു വിള്ളലും കീറലും കണ്ടെത്താനായില്ല. അത്രയും ആളുകളെ അല്ലെങ്കിൽ അവരുടെ മൃതദേഹങ്ങൾ തടാകത്തിൽ വലിച്ചെറിഞ്ഞിരുന്നുവെങ്കിൽ മഞ്ഞുപാളികളിൽ ആഴത്തിലുള്ള പാടുകളോ വിള്ളലുകളോ ഉണ്ടാകുമായിരുന്നു. എന്നാൽ അവിടെയെല്ലാം തികച്ചും സാധാരണമായിരുന്നു. ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 100 അടി അകലത്തിലായി വളരെ വിചിത്രവും നിഗൂഢവുമായ മറ്റൊരു കാര്യം അവർ കണ്ടെത്തി. അവിടെ ഒരു ശവകുടീരം കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും ശൂന്യമായിരുന്നു. മരിച്ചവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാൻ
ഇനിയൂട്ട് ഗോത്രക്കാർ സാധാരണയായി ചെയ്യുന്നത് പോലെ ആ കുഴിക്കു ചുറ്റും ചെറിയ കല്ലുകൾ വട്ടത്തിൽ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആർക്കു വേണ്ടിയാണ് ഈ കുഴി തോണ്ടിയതെന്നും എന്തുകൊണ്ടാണ് അത് ശൂന്യമായി കിടക്കുന്നതെന്നും ആലോചിച്ച് പോലീസും ജോ ലോബനും കൂടുതൽ അമ്പരന്നു. ഗ്രാമത്തിൽ മുഴുവൻ തിരഞ്ഞിട്ടും പോലീസിന് യാതൊരു സൂചനയും ലഭിച്ചില്ല. ഗ്രാമവാസികൾക്കെല്ലാം എന്ത് സംഭവിച്ചെന്നോർത്ത് പോലീസും ആശങ്കയായി. തുടർന്ന് അവർ അന്വേഷണം ഊർജിതമാക്കി. ഇതിനിടയിൽ അഞ്ചുകുഞ്ഞി തടാകത്തിന് സമീപത്ത് വെച്ച് ആൻമാൻ ലോറന്റ് എന്ന് പറഞ്ഞ പ്രാദേശിക വേട്ടക്കാരനെയും അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളെയും പോലീസ് കണ്ടുമുട്ടുന്നു. അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പോലീസിന്റെ സമനില തെറ്റുന്ന അവസ്ഥയിലായി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഞ്ചുകുഞ്ഞി തടാകത്തിന് മുകളിലായി ആകാശത്ത് ചില വിചിത്രമായ വെളിച്ചങ്ങൾ കണ്ടതായി അവർ പോലീസിനോട് പറഞ്ഞു. തിളങ്ങുന്ന ഒരു വിചിത്ര വസ്തുവിൽ നിന്നാണ് ആ വെളിച്ചം വന്നിരുന്നത്. ആകാശത്ത് പറന്നിരുന്ന ആ വസ്തു അതിൻ്റെ രൂപം വീണ്ടും വീണ്ടും മാറ്റിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ അതൊരു സിലിണ്ടർ ആകൃതിയിലായിരിക്കും കാണപ്പെടുക. എന്നാൽ കണ്ണു ചിമ്മുന്ന സമയം കൊണ്ട് അതൊരു ബുള്ളറ്റ് പോലെ കൂർത്ത രൂപത്തിലേക്ക് മാറും. ആ തിളങ്ങുന്ന വിചിത്ര വസ്തു അഞ്ചുകുഞ്ഞി തടാകത്തിൻ്റെ ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർ കണ്ടു എന്നായിരുന്നു പോലീസിനോട് അവർ പറഞ്ഞിരുന്നത്. എന്നാൽ അതൊന്നും വിശ്വസിക്കാൻ പോലീസ് അന്ന് തയ്യാറായില്ല. അഞ്ചുകുഞ്ഞി തടാകത്തിന് മുകളിലെ ആകാശത്ത് വിചിത്രമായി തിളങ്ങുന്ന വെളിച്ചം പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥരും കണ്ടതോടെ കേസിന്റെ ദുരൂഹത വീണ്ടും വർദ്ധിച്ചു. ഉത്തര ധ്രുവങ്ങളിൽ അറോറ ബൊറിയാലിസ് എന്നറിയപ്പെടുന്ന വർണ്ണരാജി ആകാശത്ത് കാണുന്നത് തികച്ചും സാധാരണവും മനോഹരമായ ഒരു പ്രകൃതി പ്രതിഭാസമാണ്. എന്നാൽ ഉദ്യോഗസ്ഥർ കണ്ടത് അതായിരുന്നില്ല. ചക്രവാളത്തിൽ കണ്ട ആ വെളിച്ചം നീല നിറത്തിലുള്ളതും ഒരു പ്രത്യേക താളത്തിൽ മിന്നിക്കൊണ്ടിരിക്കുന്നതുമായിരുന്നു. പോലീസ് വളരെ നേരം അന്വേഷണം നടത്തിയെങ്കിലും ആ വെളിച്ചത്തിൻ്റെ ഉറവിടം കണ്ടെത്താനോ ആ തിരോധാനവുമായി ബന്ധപ്പെട്ട മറ്റ് വ്യക്തമായ സൂചനകളോ അവർക്ക് ലഭിച്ചിരുന്നില്ല. കേസ് നീളും തോറും കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ അഞ്ചുകുഞ്ഞി ഗ്രാമത്തിലെ തിരോധന വാർത്ത പത്രക്കാരുടെ ചെവിയിലുമെത്തി. മാനിറ്റോബയിലെ ഒരു പത്രക്കാരനായ എമേറ്റ് കെല്ലർ 1930 നവംബർ 29 ജോലാബന്റെ കഥ ഉൾപ്പെടുത്തി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ഇതോടെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഈ കൊച്ചു ഗ്രാമത്തെക്കുറിച്ച് അറിഞ്ഞു. ഗ്രാമത്തെക്കുറിച്ച് നിരവധി ലേഖനങ്ങൾ പുറത്തു വരികയും ഈ കേസ് എന്തായി എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും പോലീസിലേക്ക് വരാനും തുടങ്ങി. പോലീസിന്റെ മേൽ വലിയ സമ്മർദ്ദമുണ്ടായെങ്കിലും ദീർഘനാളത്തെ അന്വേഷണത്തിനൊടുവിൽ യാതൊരു തുമ്പും ലഭിക്കാത്തതിനാൽ 1931 ഈ കേസ് ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. ഗ്രാമവാസികൾ അപ്രത്യക്ഷമായതിന് കൃത്യമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പത്രപ്രവർത്തകനായ എമേറ്റ് കെല്ലറും വേട്ടക്കാരനായ ജോ ലാബറും ചേർന്നുണ്ടാക്കിയ വെറുമൊരു കെട്ടുകഥയാണ് ഇതെന്നായിരുന്നു പോലീസിന്റെ അന്തിമ നിഗമനം. എന്നാൽ ലോകത്തിലെ ആൾക്കാർ ഈ വിശദീകരണത്തിൽ തൃപ്തരായിരുന്നില്ല. പോലീസ് എന്തോ വലിയ സത്യം മറച്ചുവയ്ക്കാൻ ശ്രമിക്കുകയാണെന്ന് ആൾക്കാർ വിശ്വസിച്ചു. കാലക്രമേണ ഈ സംഭവത്തെക്കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു. ഗ്രാമവാസികൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് പ്രധാനമായും ഉയർന്നു വന്ന സിദ്ധാന്തങ്ങൾ എന്തെന്ന് വച്ചാൽ, ആ പ്രദേശത്തെ പഴയ ആൾക്കാരുടെയും വേട്ടക്കാരുടെയും വിശ്വാസപ്രകാരം ആ തണുത്തുറങ്ങിയ പ്രദേശത്ത് ചില ദുഷ്ടാത്മാക്കൾ അലങ്ങി തിരിഞ്ഞ് നടപ്പുണ്ടായിരുന്നു. പ്രാചീന ഇനിയൂട്ട് നാടോടി കഥകളിലും ആളുകളെ ഒരു അടയാളവും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷരാകുന്ന ചില ശക്തികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അഞ്ചുകുഞ്ഞി തടാകം തന്നെ ഒരു അപകടകരമായ മേഖലയാണെന്നും അവിടുത്തെ നിയമങ്ങൾ ലംഘിച്ച ഗ്രാമവാസികൾക്ക് ലഭിച്ച പുരാതനപരമായ ഒരു ശാപമാണെന്നും ചിലർ വിശ്വസിച്ചു. ജോലാബൻ തന്നെയാണ് ഗ്രാമവാസികളെ മുഴുവൻ കൊലപ്പെടുത്തിയതെന്നായിരുന്നു മറ്റൊരു സിദ്ധാന്തം. മൃതദേഹങ്ങൾ തടാകത്തിൽ ഇറങ്ങിയ ശേഷം തടാകം മഞ്ഞു മൂടാൻ കാത്തിരിക്കുകയായിരുന്നെന്നും പിന്നീട് താൻ നിരപരാധിയാണെന്ന് കാണിക്കാൻ പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു എന്നും ചിലർ വാദിച്ചു. 1930 മുമ്പ് അയാൾക്ക് വേട്ടയാടാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ സംശയം വർദ്ധിപ്പിച്ചത്. എന്നാൽ ഈ വാദം പെട്ടെന്ന് തന്നെ തള്ളപ്പെട്ടു. കാരണം ഇവിടെ യാതൊരു പോരാട്ടമോ രക്തച്ചൊരിച്ചിലോ ശബ്ദമോ ഇല്ലാതെ ഒരാൾക്ക് എങ്ങനെ ഒരു മുഴുവൻ ഗ്രാമത്തെയും ഇല്ലാതാക്കാൻ കഴിയും എന്ന സംശയങ്ങളും ഉയർന്നു. മറ്റു ചിലർ പറയുന്നത് കാലാവസ്ഥയും വേട്ടയാടാനുള്ള സൗകര്യവും അനുസരിച്ച് ഇനിയൂട്ട് ആൾക്കാർ താവളം മാറാറുണ്ട്. ഇതൊരു താൽക്കാലിക ക്യാമ്പായിരുന്നുവെന്നും അവർ മറ്റെവിടേക്കോ പോയിട്ടുണ്ടാകുമെന്നും ചിലർ കരുതി. എന്നാൽ അങ്ങനെയാണെങ്കിൽ തന്നെ അവരെ മറ്റെവിടെയെങ്കിലും കാണേണ്ടതായിരുന്നു. മാത്രമല്ല തങ്ങളുടെ തോക്കുകളും വസ്ത്രങ്ങളും പ്രിയപ്പെട്ട നായ്ക്കളെയും ഉപേക്ഷിച്ച് അവർ എന്തിനു പോകണം എന്ന ചിന്തയും അവിടെ ഉടലെടുത്തു. ഉത്തരധ്രുവത്തിലെ കാന്തിക ശക്തികളുടെ സ്വാധീനം കാരണം ഗ്രാമവാസികൾ മറ്റൊരു സമാന്തര ലോകത്ത് ആകർഷിക്കപ്പെട്ടുവെന്ന സയൻസ് ഫിക്ഷൻ കഥകളെ വെല്ലുന്ന വാദങ്ങളും ഉയർന്നു വന്നു.
അന്യഗ്രഹ ജീവികൾ ഒരുമിച്ച് വന്ന് മുഴുവൻ ഗ്രാമത്തെയും തട്ടിക്കൊണ്ടുപോയി എന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ സിദ്ധാന്തം. ആകാശത്ത് കണ്ട രൂപവും മാറുന്ന വെളിച്ചവും ആ സമയത്ത് റേഡിയോ സ്റ്റേഷനുകളിൽ ലഭിച്ച അജ്ഞാതമായ സിഗ്നലുകളുമെല്ലാം ഇതിന് തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. അന്യഗ്രഹ ജീവികളുടെ വാഹനം അവിടെ ഇറങ്ങുകയും ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ എല്ലാവരെയും ഒരുമിച്ച് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു എന്നാണ് ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. 1959 ഫ്രാങ്ക് എഡ്വേർഡ് എഴുതിയ സ്ട്രേഞ്ച് ദ സയൻസ് എന്ന പുസ്തകത്തിലും 1984 പ്രസിദ്ധീകരിച്ച ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് UFO മിസ്റ്ററി എന്ന പുസ്തകത്തിലും ഈ സംഭവം അന്യഗ്രഹ ജീവിയുമായി ബന്ധപ്പെടുത്തിയാണ് അവതരിപ്പിച്ചത്. ഒരു നൂറ്റാണ്ടിനു ശേഷവും മനുഷ്യർ ഇതൊരു അന്യഗ്രഹ ജീവിയുടെ ഇടപെടലായി വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്താണ് തോന്നുന്നത്? ഇനിയൂട്ട് ഗോത്രക്കാർ ഒരിക്കലും ഉപേക്ഷിച്ചു പോകാൻ വഴിയില്ലാത്ത നായ്ക്കളെയും അവരുടെ നിത്യോപയോഗ ആയുധങ്ങളും ഭക്ഷണങ്ങളും ഉപേക്ഷിച്ച് അവർ എങ്ങോട്ടായിരിക്കും അപ്രത്യക്ഷമായത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ലോകത്ത് വിചിത്രമായി തോന്നിപ്പിക്കുന്ന പലതും സംഭവിക്കുന്നുണ്ട്. അതെല്ലാം ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ ആകാംക്ഷ നിറഞ്ഞ മറ്റൊരു സംഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.